ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മീൻ പീര വറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ കൊഴുവയാണ് പീര വറ്റിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 കിലോ കൊഴുവ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ വേണം നമുക്ക്. അതേപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 കഷ്ണം നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പുളി നിങ്ങളുടെ ഓരോരുത്തരുടെ പുളിക്ക് അനുസരിച്ച് എടുക്കാം. അതേപോലെ കുറച്ച് തേങ്ങ, മുളക്, ഉള്ളി, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ കറിവേപ്പില. ഇത്രയാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി പീര വറ്റിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 10 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് പീരയും മീനും കൂടി ഇട്ട് വറ്റിച്ചെടുത്താലും മതിയാകും. അതേപോലെ തന്നെ 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ജസ്റ്റ് കറക്കി എടുത്തിട്ടുള്ളൂ മിക്സിയുടെ ജാറിൽ. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവയാണ് കേട്ടോ. അത് ഒരു 1/2 കിലോളം വരും. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ മീനൊക്കെ ഉടഞ്ഞ് ആകെ പൊടിഞ്ഞു പോകുക എല്ലാ മീനും. അപ്പോൾ വളരെ കുറച്ച് മാത്രം. കാരണം മീനിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ വെന്തോളും. പിന്നെ തേങ്ങയിലും ഒന്ന് വെള്ളം ഇറങ്ങി വരും. നമുക്ക് ഒരു 1/4 ഗ്ലാസ്സിനേക്കാൾ കുറവ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 3 പുളി. അത് ഓരോരുത്തരുടെ പുളിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ. ഇപ്പം ഞാൻ കൊഴുവയാണല്ലോ എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചാള വെച്ചിട്ടും ഇത് ചെയ്യാം. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഇത് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മീനിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ പതുക്കെ വേണ്ടോ ചെയ്യാൻ, അതല്ലെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി തുറന്നിട്ട് വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റോളം നമുക്കിത് തുറന്നിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിയിൽ എന്ത് അവസാനം ഇടുകയാണെങ്കിലും അതിൻ്റെ ഫ്ലേവർ നമ്മുടെ കറിയിൽ കുറച്ച് മുന്നിട്ട് നിൽക്കും.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്